ജനറൽ പ്രസിഡന്റായിരിക്കുന്ന ഡോക്ടർ കെ സി ജോൺ തുടർന്ന് 45 സമയം ദൈവത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ നമ്മോടുള്ള ദൈവിക സന്ദേശം രാത്രി നാം കേൾക്കേണ്ട ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കാം കർത്താവിനെ ദൈവത്തിന് ശുശ്രൂഷിക്കാൻ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വർഷത്തിൽ ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിന്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ ചെയ്യുന്ന നവസിദ്ധനായ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ വിൽസൺ ജോസഫ് എനിക്ക് വളരെ പ്രത്യേക സ്നേഹത്തോട് പോകുന്ന ദൈവദാസനാണ്. ഇതിന്റെ പ്രായത്തിലേക്ക് സന്തോഷമുണ്ട്. ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ റോയ് ജോർജ്, പാസ്റ്റർ ബി തോമസ് കുട്ടി, അവിടെ വന്നിരിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ തോമസ് വടകി, ഓസ്ട്രേലിയ മെൽബണിലെ ബന്ധക്കോസുകളിലെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ വെൽസ് തോമസ്, IPC ജനറൽ കൗൺസിൽ അംഗമായിരിക്കുന്ന സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ജനറൽ ചുമതലക്കാരനായിരിക്കുന്ന പാസ്റ്റർ EF മോസസ്, എന്റെ ഒരു ആത്മീയ ശിഷ്യനായിരിക്കുന്ന പാസ്റ്റർ ശ്രീ വൈസ്, അഞ്ചാമത് വന്നിരിക്കുന്ന പാസ്റ്റർ റോയി, പാസ്റ്റർ PM എബ്രഹാം എന്നിവരോടൊപ്പം ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും കാണുന്ന സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് 11/11/11 100 വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഡേറ്റ് 11/11/11. അന്ന് ജനിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ട്, താൻ വിളിക്കാൻ. അതുകൊണ്ട് നമുക്കിന്ന് സഭയിൽ കഴിഞ്ഞ് ശാപ്പാടുണ്ടെന്നുള്ള പരസ്യം ചെയ്യുന്നത് കേട്ടു. അപ്പൊ ഞാൻ ഓർത്തു, ഒരു കുടിയിരിക്കുന്ന ഈ ചെറിയ കുട്ടികളെ പോലെ ഒരു നിക്കറും ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ നെടുമ്പുറത്ത് ഞങ്ങളുടെ സഭയിൽ ആദ്യം വരുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ പാട്ടുപാടുന്ന ആളാണ്. JB പീറ്റർ എന്നവിടെ ഒരു ഗോസ്പൽ ട്യൂണേഴ്സ് എന്ന സംഗീത ഗ്രൂപ്പ് നടത്തിയിരുന്നു. അവരുടെ കൂടെ പാടാൻ വേണ്ടി ഇദ്ദേഹം വന്ന് ഞാൻ ഓർത്ത് ഇത്ര പെട്ടെന്ന് അദ്ദേഹം വളർന്ന് വലിയ ആളായി പോയല്ലോ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. സമയം വളരെ പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. അതുപോലെ പീറ്റർ കല്ലുക്കൽ, റജി, മറ്റേ ദേവദാസന്മാരിവിടെ ഉണ്ട്. വളരെ അടുപ്പമുള്ളവരും സഹകരിക്കുന്നവരും ആയ ആളുകളുണ്ട്. എല്ലാവരും ഒപ്പം ഇന്നായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പവർഷൻ TV ചാനൽ കണ്ടിട്ടുള്ളതെന്ന് കൈകൊടുക്കും. പവർഷൻ TV ചാനൽ, താങ്ക് യു. പവർഷൻ TV ചാനൽ വിശ്വാസാൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. 6 വർഷമായി ആ പ്രവർത്തനം നടക്കുന്നു. ബന്ധക്കോസ്തുകാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു TV ചാനലല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ബന്ധക്കോസ്തുകാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു TV ചാനൽ എന്താ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾ ചിന്തിക്കാറുണ്ട്. അത് ബന്ധക്കോസ്തുകാർക്ക് വേണ്ടിയല്ല. ചന്തയിൽ നിന്ന് പരസ്യവും നടത്തിയാൽ എങ്ങനെയിരിക്കും, അതുപോലെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ടെലിവിഷൻ ചാനൽ തുടങ്ങിയത്. ബൈബിൾ ദൈവത്തിന്റെ വചനം, യേശുക്രിസ്തു ഏകരക്ഷകൻ, ഈ അടിസ്ഥാന ഉപദേശം മാത്രമേ പവർഷൻ TV ചാനലിനുള്ളൂ. ഒരു മാസം മുമ്പ് ട്രിവാൻഡ്രത്തുള്ള ഒരു ഗ്രാമീൺ കുടുംബത്തിൽ നിന്ന് വെള്ളിക്കുളത്തുള്ള പവർഷന്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അവിടെയുള്ള ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി, കേരളത്തിൽ ഡാൻസിന് 1ാം സ്ഥാനത്തെത്തിയ ഒരു കലാപ്രതിഭയാണ്. അവിടെ ഒരു മുസ്ലിം യുവാവെ ചതിച്ച് പീഡിപ്പിച്ചു. അതിൽ മനസ്സ് നൊന്ന് അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, ഒറ്റയ്ക്ക് ചാടണ്ട, ഞാൻ കൂടെ ചാടാം. 2 ആങ്ങളമാരെ ഉള്ളത്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളില്ലാതെ ഞങ്ങൾ ജീവിക്കുകയില്ല,
നമുക്ക് മരിക്കാൻ ഒരു വലിയ അപമാനമായി പോയി മരിക്കാനായിട്ട് തീരുമാനിച്ച് മരണത്തിന്റെ മൂകതയാണ് ആ വീട്ടിൽ. ഇപ്പോഴാണ് പൗർഷൻ TV ചാനലിൽ അവർക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാനിടയായത്. ആ ദിവസം അവർ വിളിച്ചില്ല. ഈ പെൺകുട്ടി കരഞ്ഞോണ്ടാണ് ആ TV ചാനൽ കണ്ടുകൊണ്ടിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചു. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, ഞങ്ങൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചതാണ്. എന്നാൽ ഈ TV ചാനലിലെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ തരുന്നു. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. നമ്മളുണ്ട് ദൈവദാസനെ അവിടെ തിരുവനന്തപുരത്ത് അവരുടെ വീട്ടിലേക്ക് വിട്ടു. 3 ബൈബിളും കൊടുത്തു വിട്ടു. കഴിഞ്ഞൊരു മാസമായി ആ കുടുംബം ഇപ്പോൾ വിശ്വാസത്തിലാണ്. ഇങ്ങനെയുള്ള വീടുകളിൽ ചെന്ന് കയറി നമുക്ക് അവരെ രൂപാന്തരപ്പെടുത്താനായിട്ട് വേറൊരു മാർഗമില്ല. നമ്മൾ എന്ന് ഡോർബെല്ലടിച്ചാൽ അവർ കഥ അടയ്ക്കും. അവിടെ ഇന്ന് പ്രവേശിക്കാനൊക്കെയില്ല. എന്നാൽ അവരുടെ ലിവിംഗ് റൂമിൽ കയറിയിരുന്ന ദൈവത്തിന്റെ വചനം പറയാൻ തക്കവണ്ണം 54 രാജ്യങ്ങളിൽ ഇപ്പോൾ പൗർഷൻ TV ചാനൽ ചെല്ലുകയാണ്. ഒരു കാര്യമില്ല, ഇങ്ങനെ മലപ്പുറത്തു നിന്നുള്ള പല മുസ്ലിം സ്ത്രീകൾ, ഒരാളല്ല, 2 പേരല്ല, 10 പേരല്ല, അവർ കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആദ്യമായിട്ട് അവർ സുവിശേഷം കേൾക്കുകയാണ്. കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സ്ത്രീകൾ സ്ഥിരമായിട്ട് പൗർഷന് അവർ കത്തുകളയക്കുകയും ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്നറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ കൊച്ചുമകൻ പൗർഷൻ TV ചാനൽ കണ്ട് ആലപ്പുഴ IPC ഫെയ്ത്ത് ഹോമിൽ വന്ന് ആരോ പറഞ്ഞു കൊടുത്ത് അവിടെ ചെന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊന്ന് ഉണ്ടായിരുന്ന അന്ന് അവിടെ ഇരുന്ന പാർട്ടിയുമായിട്ട് സംസാരിച്ച് അവർ വിശ്വാസത്തിലാണ് സ്വീകരിക്കാൻ ഇടയാക്കി. അങ്ങനെ എല്ലാ തുകയിലുമുള്ള ആളുകളുടെ അടുക്കൽ കയറി ചെല്ലാൻ ഇവിടെയാക്കിക്കൊണ്ടിരിക്കുന്ന 54 രാജ്യങ്ങളിൽ ഇതെത്തിച്ചേരുന്നു. ഇനിയും കൂടുതൽ അത് പുരോഗമിക്കേണ്ടതുണ്ട്, നന്നാകേണ്ടതുണ്ട്, കൂടുതൽ സ്ഥലങ്ങളിൽ എത്തേണ്ടതുണ്ട്. നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്. നിങ്ങൾക്കതിൽ പങ്കാളികളാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് അതിന്റെ ഷെയർ നൽകുന്നുണ്ട്. നിങ്ങൾ നൽകുന്ന സംഭാവനയായി നൽകേണ്ട, നിങ്ങൾക്ക് ആ ചാനലിന്റെ ഷെയർ വാങ്ങിക്കാം. 30 രൂപയാണ് ഒരു ഷെയറിന്. 100 ഷെയർ മിനിമം ഒരാൾക്ക് വാങ്ങിക്കണം. അല്ലെങ്കിൽ 3000 രൂപ. അതിൽ എത്ര വേണമെങ്കിലും കൂടുതൽ വാങ്ങിക്കാം. ദൈവം നിങ്ങൾക്ക് നൽകുന്ന പ്രേരണയനുസരിച്ച് നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ മക്കളുടെ പേരിലോ അതിനകത്ത് ഷെയർ വാങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ വിൽസൺ ജോസഫ് അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പക്കൽ ഷെയറിന്റെ ആപ്ലിക്കേഷൻ ഫോമുണ്ട് എന്ന് വിവരം അറിയിക്കുന്നു. നിങ്ങൾ സ്വീകരിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം ഇവിടെ വായിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 10:38. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത്. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കൊർന്നല്യോസിന്റെ വീട്ടിൽ അപ്പോസ്തലനായ പത്രോസ് നടത്തിയ പ്രസംഗമാണിത്. പ്രസംഗത്തിൽ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ജീവിതം ഒറ്റ വാചകത്തിൽ സംക്ഷേപിച്ചിരിക്കുകയാണ്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അഭിഷേകം. യേശു അഭിഷക്തനാണ്. മെസ്സിയ എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അതാണ് നമ്മൾ മലയാളത്തിൽ മസീഹ എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിലെ മെസ്സിയാണ് അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ക്രിസ്റ്റോസ് എന്നതാണ് അതിന്റെ ഗ്രീക്കിലെ വാക്ക്. ക്രിസ്റ്റോസ് എന്ന വാക്കിന്റെ അർത്ഥവും അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അതാണ് മലയാളത്തിൽ ക്രിസ്തു എന്ന് നമ്മൾ പറയുന്നത്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ട യേശു. നസ്രയനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഭിഷേകം. ദി അനോയിന്റിംഗ്.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാ സ്നാനമുണ്ട്, പരിശുദ്ധാത്മ നിറവുണ്ട്, പരിശുദ്ധാത്മാഭിഷേകമുണ്ട്. ഇത് മൂന്ന് കാര്യങ്ങളാണ്. പരിശുദ്ധാത്മ സ്നാനം ഒരിക്കലായി മാത്രം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. പരിശുദ്ധാത്മ നിറവ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാഭിഷേകം ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന നിയോഗമാണ്. അഭിഷേകം വെറുതെ ആർക്കും കൊടുക്കുന്നില്ല. എനിക്ക് അഭിഷേകം കിട്ടിയതിന് അർത്ഥമായത്തിൽ കൊണ്ട് വെറുതെ ഇരിക്കുക, അങ്ങനെ അഭിഷേകമേ ഇല്ല. അഭിഷേകം ഏർപ്പെട്ട ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. നിനക്കൊരു അഭിഷേകമുണ്ടോ? നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടോ? നീ ചെയ്തു തീർക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി നിനക്ക് തന്ന പ്രാപ്തിയാണ് അഭിഷേകം. അതിനുവേണ്ടി ദൈവം നിനക്ക് ശക്തിപ്പെടുത്തലാണ് അഭിഷേകം. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. ഒരു കാര്യം ഓർത്തുകൊണ്ട് ഒറ്റയാള് പോലും ഇവിടെ യാദൃശ്ചികമായിട്ട് ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വന്നിട്ടില്ല. നീ ജനിക്കുന്നതിന് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് ദൈവത്തിലായിരിക്കുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് രക്ഷിക്കപ്പെട്ടവരല്ല തെരഞ്ഞെടുത്തത്, ജനിച്ചവരല്ല തെരഞ്ഞെടുത്തത്. ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവേശ്വരൻ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ. നമ്മൾ തെരഞ്ഞെടുത്തതല്ല, അവൻ തെരഞ്ഞെടുത്തതാ. നമ്മൾ ജനിക്കുന്ന മുമ്പ് തന്നെ അവൻ തെരഞ്ഞെടുത്ത് വെച്ചത് കൊണ്ടായിരുന്നു ദൈവത്തിന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിയൊരിക്കൽ നിങ്ങളെ മാത്രമേ ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളൂ. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എന്ത് പറയേണ്ടത് പൗലോസ് തന്നെ പറയുന്ന ഈ കാര്യം പറഞ്ഞിട്ട് പറയുന്നു. ദൈവത്തിന് സ്നേഹിക്കുന്നതുണ്ട്, പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ ദൈവം നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് നീ ദൈവസഭയിലായിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരാഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചതാണ്. ദൈവം പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടതാണ്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. നിനക്കും മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു മിഷൻ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുകയില്ല. നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന, നിന്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുണ്ട്. അത് വേസ്റ്റായി പോകാൻ പാടില്ല. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ ശുശ്രൂഷയ്ക്ക്, യേശുവിനെ മനുഷ്യനെന്ന നിലയിൽ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ദൈവപുത്രനാണെങ്കിലും തന്റെ ദൈവത്വം ഉരിഞ്ഞു വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവരൂപത്തിലേക്ക് ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ രൂപമെടുത്തു. വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ അവനെ തന്നെ ഒഴിവാക്കി, അവന്റെ മഹത്വം ഒഴിവാക്കി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു. പിന്നെങ്ങനെ ശുശ്രൂഷ ചെയ്തു? അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവം നൽകി. ദൈവം അവന്റെ കൂടെ ഇരുന്ന് ശുശ്രൂഷ നിർവഹിച്ചു. എന്തിനാണ് അഭിഷേകം? അഭിഷേകം പഴയ നിയമത്തിലുള്ള വാക്കാണ്. പഴയ നിയമത്തിൽ അഭിഷേകമുണ്ട്, അഭിഷേക തൈലമുണ്ട്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം പണിയുമ്പോൾ അഭിഷേക തൈലം ഉണ്ടാക്കാനുള്ള പ്രത്യേക കൂട്ടും അതിനുള്ളതായ വിധവും ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ അഭിഷേക തൈലം വെറുതെ ആരെങ്കിലും തലയിൽ ഒഴിക്കാനുള്ള അഭിഷേക തൈലമല്ല. 3 കാര്യത്തിന് വേണ്ടി മാത്രമാണ് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തത്. ഒരാളെ പ്രവാചകനാക്കുവാൻ അവനെ അഭിഷേകം ചെയ്തു. ഒരാളെ പുരോഹിതനാക്കുവാൻ അവനെ അഭിഷേകം ചെയ്തു. ഒരാളെ രാജാവാക്കുവാൻ അവനെ അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം മുഴുവൻ യേശുവിന്റെ അഭിഷേകത്തിന്റെ നിഴൽ മാത്രമായിരുന്നു. പഴയ കാലത്ത് പുരോഹിതൻ രാജാവാകണമെന്നില്ല, രാജാവിന് പുരോഹിതനാകണമെന്നില്ല. ഉസിയ രാജാവ് പുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യാൻ കയറിയപ്പോൾ അപ്പോഴേ അവന് കുഷ്ഠമുണ്ടായ പുരോഹിതനും അവനെ പിടിച്ചിറങ്ങിക്കൊണ്ടുപോയി പ്രത്യേക കൂടാരത്തിൽ അവനെ പാർപ്പിച്ചു. കാരണം നിനക്കിത് വിധിക്കപ്പെട്ടതല്ല. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ വന്നപ്പോൾ അവൻ പ്രവാചകനുമാണ്, അവൻ പുരോഹിതനുമാണ്, അവൻ രാജാവുമാണ്. വേറെ മുതൽ കാൽവരി വരെ യേശു ദൈവത്തിന്റെ വിശുദ്ധ പ്രവാചകൻ. കാൽവരി മുതൽ മടങ്ങി വരെ യേശു ദൈവത്തിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവൻ മടങ്ങി വരുന്നത് രാജാക്കന്മാരുടെ രാജാവായിട്ട്. രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എല്ലാ രാജാക്കന്മാരും പ്രജകളുടെ
രാജാക്കന്മാരാണ്. എന്നാൽ ഇവനാകട്ടെ ഇവന്റെ പ്രജകളെല്ലാം രാജാക്കന്മാരാണ്. അതുകൊണ്ടാണ് അവന് രാജാക്കന്മാരുടെ രാജാവ് എന്ന് പേര് വന്നത്. എന്നവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് നീ അവന്റെ പ്രജയാണെങ്കിൽ നീ രാജാവാണ്. യേശു ജനിച്ചപ്പോൾ കരുതുന്ന വിദ്വാൻമാർക്കുള്ള നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്ന് കാഴ്ചവെച്ചു, പുന്തിരുക്കം കാഴ്ചവെച്ചു, മൂല് കാഴ്ചവെച്ചു. എന്തിനാ പൊന്ന് കാഴ്ചവെച്ചത്? രാജകുമാരന്മാർ പിറക്കുമ്പോഴാണ് പൊന്ന് കാഴ്ചവെക്കുന്നത്. അവൻ രാജാവായതുകൊണ്ടാണ് നിക്ഷേപ പാത്രം തുറന്നവര് പൊന്ന് കാഴ്ചവെച്ചത്. അവൻ പുരോഹിതനായതുകൊണ്ടാണ് കുന്തിരുക്കം കാഴ്ചവെച്ചത്. പുരോഹിതന്റെ ശുശ്രൂഷയ്ക്ക് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് കുന്തിരുക്കം. അവൻ പ്രവാചകനായതുകൊണ്ടാണ് പഴയത്തിലെ പ്രവാചകന്മാരുടെ കർത്തരുടെയും കണ്ണുകളുടെയും ജീവിതത്തെ പ്രതീകമായ കൈപ്പുള്ള മീറ കാഴ്ചവെച്ചു. മീറയാണ്. അവൻ പ്രവാചകൻ, അവൻ പുരോഹിതൻ, അവൻ രാജാവ്. യേശുവിന്റെ മുമ്പ് കരയുടെ പുറത്താണ് യാത്ര ചെയ്തത്. പഴയകാലത്ത് രാജാക്കന്മാർ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു, പ്രവാചകന്മാർ കരയുടെ പുറത്ത് യാത്ര ചെയ്തു. യേശു പ്രവാചകനായതുകൊണ്ട് കരയുടെ പുറത്ത് യാത്ര ചെയ്തു. എന്നാൽ പുരുഷാരവർ മേൽവസ്ത്രങ്ങൾ വഴി പിരിച്ചു കൊടുത്ത കുഞ്ഞുങ്ങൾ കുരുത്തോലെ ഉയർത്തി ഓശന്നായെന്ന് വിളിക്കാൻ കാരണം അവൻ രാജാവായതുകൊണ്ടാണ്. അവൻ പുരോഹിതനായതുകൊണ്ടാണ് ദൈവാലയത്തിൽ കയറി ചെന്ന് ചാട്ടയെടുത്ത് ആ ദൈവാലയത്തിന്റെ പ്രാകാരത്തെ ശുദ്ധീകരിച്ചത്. അവൻ പ്രവാചകൻ, അവൻ പുരോഹിതൻ, അവൻ രാജാവ്. പ്രവാചകന്റെ രണ്ട് ശുശ്രൂഷയാണുള്ളത്. പ്രവാചകന്റെ ശുശ്രൂഷ എന്താണെന്ന് യേശു വളർന്ന നസറേത്തിലെ പള്ളിയിൽ ചെന്നപ്പോൾ അവൻ എഴുന്നേറ്റു. സിനഗോഗിൽ അവൻ പ്രബോധിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഓർഡിനേഷനുള്ള റബ്ബിയായിരുന്നു യേശു. ഓർഡിനേഷൻ റബ്ബിക്ക് മാത്രമേ സിനഗോഗിൽ പ്രസംഗിക്കാൻ അനുവാദമുള്ളൂ. യേശു ചെന്നപ്പോൾ തിരുവെഴുത്തെടുത്ത് കൊടുത്തു. യഹൂദന്മാരെ സിനഗോഗിൽ തിരുവെഴുത്ത് വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പ്രസംഗിക്കുമ്പോൾ പ്രസംഗകൻ ഉൾപ്പെടെ എല്ലാവരും ഇരുന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. യേശു എഴുന്നേറ്റ് നിന്ന് പലതും ദേശീയാവർക്കൊന്ന് വായിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം അഭിഷേകം ചെയ്തിരിക്കൊണ്ട് അവന്റെ ആത്മാവന്റെ മേലുണ്ട്. പഴയവരിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്തിനാണ്? ബദ്ധന്മാരെ വിടുവിച്ചേപ്പാൻ, പീഡിതന്മാരെ ആശ്വസിപ്പിക്കാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ, ദുഃഖിതന്മാർക്ക് ആശ്വാസം നൽകുവാൻ, ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു ഇരുന്നു. യേശു പറഞ്ഞു, ഈ വായിച്ച വേദഭാഗം ഇപ്പോൾ നിറവേറിയിരിക്കുന്നു. അവന്റെ പ്രവാചക ശുശ്രൂഷ എന്തിന് അഭിഷേകം ചെയ്തു? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. യേശുവിന്റെ അതേ അഭിഷേകമാണ് സഭയ്ക്കുള്ളത്. യേശുവിന്റെ അതേ അഭിഷേകം. യേശുവിനെ എവിടെ വെച്ച് അഭിഷേകം ചെയ്ത? യോർദാൻ നദിയിൽ സ്നാനമേൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാപെന്ന പോലെ യേശുവിനെ ഇറങ്ങി വന്ന് പരസ്യമായി യേശുവിനെ ദൈവം അഭിഷേകം ചെയ്യുവാൻ എന്റെ പ്രിയപുത്രൻ ഇവിടെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന് ദൈവം അറിയിച്ചു. അതുവരെ ആളുകൾ അവനെ വിളിച്ചിരുന്ന മറിയയുടെ മകനാണ്. മറിയയുടെ മകനെ യഹൂദന്മാർക്ക് ഏറ്റവും ആക്ഷേപമാണ് സ്ത്രീയുടെ പേരിയർത്ത്, അമ്മയുടെ പേരിയർത്ത് മകന്റെ കാര്യം പറയുന്ന വംശാവലി വളരെ പ്രാധാന്യമുള്ള ജനമാണ് യഹൂദന്മാർ. വംശാവലി പറയുമ്പോൾ അപ്പന്റെ പേര് അല്ലെങ്കിൽ വല്യപ്പന്റെ പേരിയർത്തെ പറയാൻ പാടുള്ളൂ, അമ്മയുടെ പേരിയർത്ത് പറയാൻ പറ്റില്ല. അവരുടെ ഭാഷയനുസരിച്ച് പേര് യൂസഫ് എന്നായിരുന്നു അവരെ വിളിക്കുന്നത്, യോസഫിന്റെ മകൻ. പക്ഷെ അവരാരും വിളിച്ചില്ല. അവരെല്ലാം പറഞ്ഞു ബെൻ മുറിയാം, മറിയയുടെ മകൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പരിഹാസവും നിന്നയുമുണ്ട്. മറിയയുടെ വിവാഹത്തിന് മുമ്പ് ജനിച്ചവനാണ്. അപ്പൻ ആരാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അമ്മയുടെ പേര് ചേർത്ത് ഞങ്ങൾ വിളിക്കുകയാണെന്ന് അതിന്റെ അർത്ഥം. മറിയയുടെ മോൻ അപ്പനില്ലാത്തവൻ എന്നതിന്റെ അർത്ഥം. എന്നാൽ അവൻ സ്നാനം വെച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ അവന്റെ യഥാർത്ഥ അപ്പൻ വിളിച്ചു പറഞ്ഞു, അവൻ അപ്പനില്ലാത്തവനല്ല, ഇവന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ മേൽ പകർന്ന അഭിഷേകം അവനവന്റെ തലയിൽ ഒഴിച്ച അഭിഷേകം അവന്റെ തലയിൽ നിന്നില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. തലയിൽ 2-3 തുള്ളി കുടഞ്ഞു കൊടുക്കുകയല്ലായിരുന്നു. തലയിലേക്ക് ഒഴിച്ച അഭിഷേകം താഴോട്ടൊഴുകി. എങ്ങോട്ടൊഴുകി? നീണ്ടിടക്കുന്ന താടിയിലേക്ക് ഒഴുകി. എവിടം വരെ ഒഴുകി? വസ്ത്രത്തിന്റെ താഴത്തെ വെളുപ്പ് വരെ. നീളം കുപ്പായം ധരിക്കുന്ന യഹൂദന്മാരുടെ നീളം കുപ്പായം ധരിച്ചിരിക്കുന്ന ആ യേശുവിന്റെ അല്ലെങ്കിൽ പുരോഹിതന്റെ താഴത്തെ വെളുപ്പ് വരെ ഒഴുകി ചെന്നു.
അഭിഷേക തൈലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ശിരത്തിലെ അതേ അഭിഷേകം ശരീരത്തിന് കിട്ടി. യേശുവാണ് ശിരസ്, അവന്റെ ശരീരമാണ് സഭ. തലയ്ക്ക് കിട്ടിയ അതേ അഭിഷേകം തന്നെ പെന്തക്കോസ്ത് നാളിൽ ഒഴുകി ദൈവത്തിന്റെ സഭയുടെ മേൽ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് അതേ അഭിഷേകമാണ്. എന്തിനാണ് സഭ ഈ ഭൂമിയിൽ നിൽക്കുന്നത്? അപ്പോസ്തലരുടെ പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ലൂക്കോസ് പറയുന്നു, ഞാൻ ഒന്നാമതെഴുതിയ ചരിത്രം ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ ചരിത്രമാണ്. അതിനകത്ത് അതേയായ യേശു ക്രിസ്തു ചെയ്ത് ഉപദേശം തുടങ്ങിയ സ്ഥലത്തെ കുറിച്ചായിരുന്നു തുടങ്ങിയത്. 2-ാമത്തെ ചരിത്രം അപ്പോസ്തലരുടെ അതോ അത് തുടങ്ങുന്ന ചരിത്രമായി. ഏത് തുടങ്ങുന്നു? യേശു ഉപദേശിച്ച് തുടങ്ങിയത് സഭ തുടങ്ങുന്നു. യേശു ചെയ്ത് തുടങ്ങിയത് സഭ തുടങ്ങുന്നു. ഈ ഭൂമിയിൽ സഭ നിൽക്കുന്നത് യേശു ചെയ്തതും യേശു ഉപദേശിച്ചതും കണ്ടിന്യൂ ചെയ്യണം. അതിൽ കുറഞ്ഞൊരു മിനിസ്ട്രി സഭയ്ക്കില്ല. യേശു ചെയ്തത് ചെയ്യാൻ സഭയാക്കിയിരിക്കുന്നു. യേശു പറഞ്ഞത് പറയാൻ സഭയെ ആക്കിയിരിക്കുന്നു. യേശുവിന്റെ അതേ അഭിഷേകം സഭയ്ക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സഭ ദൈവത്തിന്റെ പ്രവാചകൻ, സഭ ദൈവത്തിന്റെ പുരോഹിതൻ, സഭ ദൈവത്തിന് വേണ്ടി രാജാവ്. പ്രവാചകന്റെ ശുശ്രൂഷ രണ്ടാണ്. ഒന്ന്, ദൈവത്തിന്റെ ദൂതറിയിക്കുക. 2, വിടുതലിന്റെ മിനിസ്ട്രി ചെയ്യുക. പ്രവാചകൻ ജനത്തിന് അഭിമുഖമായി നിന്ന് സംസാരിക്കുന്നവനാണ്. പുരോഹിതനാകട്ടെ ദൈവത്തിന് അഭിമുഖമായി നിന്ന് ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവരാണ്. പ്രവാചകന് ജനത്തോട് അറിയിക്കുവാൻ ദൂതുണ്ട്. ദൈവം കൊടുത്ത ദൂത് അവന്റെ വായിൽ ദൂത് കൊടുത്തിരിക്കുക. ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രവാചകനാ. സഭ എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ? വിളിക്കുന്ന ഓരോരുത്തരുടെയും കാര്യമാണ്. നിന്റെ കാര്യമാണ് വേദപുസ്തകം പറയുന്നത്. നീ ദൈവത്തിന്റെ പ്രവാചകനാ. നിനക്ക് അഭിഷേകമുണ്ടെങ്കിൽ നീ പ്രവാചകനാ. നിനക്ക് അഭിഷേകമുണ്ടെങ്കിൽ നീ പ്രവാചകിയ. യെരമ്യാവ് പറഞ്ഞ, അയ്യോ ഞാനിങ്ങനെ പ്രവചിക്കുന്നത്, ഞാൻ ബാലകനല്ലേ. ദൈവം പറഞ്ഞു, നീ ബാലകനെന്ന് പറയല്ലേ. നിന്റെ അക്ഷരങ്ങളെ എന്റെ വിരൽ കൊണ്ട് ഞാൻ സ്പർശിക്കുന്നു. നിന്റെ വായിൽ എന്റെ വചനങ്ങളെ വെച്ചു തരുന്നു. ഇന്ന് രാത്രി വിടിരിക്കാൻ ചിലരുടെ അക്ഷരങ്ങളെ ദൈവത്തിന്റെ വിരൽ സ്പർശിക്കുന്നു. ചിലരുടെ വായിൽ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വെച്ചു തരുന്നു. നീ ജനിക്കുന്നപ്പോൾ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്നും വേസ്റ്റായി പോകാൻ നീ അനുവദിക്കരുത്. ദൈവത്തിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിറവേറണം. നീ ദൈവത്തിന്റെ പ്രവാചകനാണ്. 2 കാര്യം. 1, ദൈവത്തിന്റെ ദൂതറിയിക്കണം. 2, വിടുതലിന്റെ മിനിസ്ട്രി ചെയ്യണം. വിടുതൽ ഈ കാലത്തുള്ള കാത്തിരിപ്പിയോക്കാരോ ഈ കാലത്തുള്ള പ്രവാചകന്മാരോ കണ്ടുപിടിച്ചൊരു വാക്കല്ല. വിടുതൽ അല്ലല്ല, അവരുടെ വാക്കല്ല. അത് യെശയ്യാവായിരുന്നത് ആദ്യം. പരിശുദ്ധാത്മാവിൽ യെശയ്യാവേണ്ടി യേശു ക്രിസ്തുവോട് എടുത്തു പറഞ്ഞു. ഇന്ന് രാത്രി ദൈവവചനത്തിൽ ഞാനും എടുത്തു പറയുന്നു, വിടുതലിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനുള്ള വിടുതൽ? ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ. എന്ത് ബന്ധനം? നിനക്കെതിരാളിയായ ദുഷ്ടപിശാച് നിന്റെ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനമുണ്ട്. നിന്റെ കുടുംബത്തെ തലമുറകളായി പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ധനമുണ്ട്. നിന്റെ നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബന്ധനമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അഭിഷേകം മുഖത്തെ തകർക്കുന്നു. അഭിഷേകം ബന്ധനത്തെ അഴിക്കുന്നു. അഭിഷേകം തങ്ങളെ പൊട്ടിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ഇന്ന് രാത്രി ഇവിടുത്തെ ജയമെടുത്തേ പോകാവുള്ളൂ. നീ ദൈവത്തിൽ വന്ന് തലകുടിച്ചിരിക്കാനുള്ളവനല്ല. ദൈവത്തിൽ വന്ന് തോറ്റിരിക്കാനുള്ളവനല്ല. ദൈവത്തിൽ വന്നിട്ട് കൊടി താത്തിരിക്കാനുള്ളവനല്ല. എന്നാൽ നീ കൊടി ഉയർത്തി വിടിരിക്കാൻ. യഹോവ എന്റെ ജയത്തിന്റെ കൊടി, അവൻ എന്റെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമായിരുന്നു. എന്നാൽ നീ കൊടി ഉയർത്തിയുള്ളത് പോകാവുള്ളൂ. നിന്റെ വിളക്ക് അത് കരുത്തിരി പിടിച്ചിരിക്കരുത്. എന്ന് നിന്റെ വിളക്ക് കത്തട്ടെ. അവൻ നിന്റെ ദീപത്തെ കത്തിക്കുന്നു. നിന്റെ അകത്ത് അഭിഷേകത്തിന്റെ എണ്ണ പകർന്ന് ഇന്ന് രാത്രി അവൻ നിന്റെ വിളക്ക് കത്തിക്കുന്നു. കത്തുന്ന വിളക്കുമായി മാത്രമേ ഇന്ന് രാത്രി വിടുന്ന ഭവനത്തിലേക്ക് പോകാവുള്ളൂ. ഹല്ലേലൂയ. ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ അഭിഷേകമുണ്ടെങ്കിൽ നിനക്കുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെങ്കിൽ കൈയിടിച്ച് പാടാനും സ്തോത്രം പറയാനും മാത്രമുള്ളതല്ല. നീ മുഖാന്തരം മറ്റുള്ളവർക്ക് വിടുതൽ ആണ്. എല്ലാ കൃപാവരവും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അത് കിട്ടുന്ന ആൾക്ക് വേണ്ടിയല്ല. എല്ലാ കൃപാവരവും. അന്യഭാഷ മാത്രമുള്ള തനിക്കിതാണ് ആത്മീയവർത്തനം വരുന്നത്. അത് കാരണം അവിടെ വ്യാഖ്യാനയില്ല. അതുകൊണ്ട് വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവിടെ വീണ്ടും അന്യഭാഷയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം,
ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അത് പൈശാചികമായ ശക്തികൾക്കെതിരെയുള്ള പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ലാഘുവലാണ്. അത് വിടുതലിന് വേണ്ടി ദൈവം വന്നിരിക്കുകയാണ്. എല്ലാ കൃപാവരവും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. രോഗശാന്തിയുടെ വരം നിനക്കുണ്ടായിരിക്കും. രോഗശാന്തിയുടെ വരമുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സൗഖ്യം വരും. കാരണം നിനക്ക് വരമുള്ളതുണ്ട്. പക്ഷേ നീ രോഗിയായിരിക്കും. കാരണം നിനക്ക് വേണ്ടിയല്ല കൃപാവരം. അത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്. അവരവർക്ക് വേണ്ടിയുള്ള കൃപാവരമില്ല. നീ രോഗിയായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് കൂടെ പ്രാർത്ഥിച്ചാൽ ദൈവർക്ക് വിടുതൽ കൊടുക്കാം. നിന്റെ കൈയുണ്ടല്ലോ വളരെ സിമ്പിളായ ഒരു കൈയല്ലേ, പക്ഷേ ആ കൈ വെച്ച് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് സൗഖ്യമാക്കാമെന്ന് തെറ്റുവെക്കാത്ത ഈ പുസ്തകത്തെ എഴുതിയിട്ടുണ്ട്. എവിടെയിരിക്കുന്നു? വിശ്വസിക്കുന്നവരാ ഈ അഭിയാനങ്ങൾ നടക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. നേതാക്കന്മാർ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. പ്രസംഗകർ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് നേതൃത്വത്തിൽ എഴുതിയിട്ടില്ല. വെള്ളക്കാർ വന്ന് കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. ബൈബിൾ എഴുതിയിരിക്കുകയാണ് വിശ്വസിക്കുന്നവരാൽ. വിശ്വസിക്കുന്നവരാൽ നീ വിശ്വാസിയാണോ? നീ കൈവച്ചാൽ കർത്താവ് സൗഖ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിന്റെ കരം ജോലി ചെയ്യുന്ന കരമാണ്. നിന്റെ കരം പേന പിടിക്കുന്ന കരമാണ്. നിന്റെ കരം ചോറുന്ന കരമാണ്. കൈയുണ്ടല്ലോ മാനുഷികമായ കരം. പക്ഷെ നീ വെച്ച് കഴിയുമ്പോൾ ആടിപ്പാടുള്ള മറ്റൊരു കൈ അതിന്റെ മുകളിലേക്ക് വരും. ഓ ഹല്ലേലൂയ! അഗ്നിമയമായ ഒരു കരം അവിടേക്ക് വരും. നീ തന്നെ അത്ഭുതപ്പെട്ടു പോകത്തക്കവണ്ണ നീ മുഖാന്തരം ജീവനുകൾക്ക് വിടുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്ന രാത്രി ഒരു ബ്രേക്ക് ത്രൂവിന്റെ രാത്രിയാണ്. എന്ന രാത്രി നിന്റെ ശുശ്രൂഷ വീണ്ടും ആ പഴുന്ന രാത്രിയാണ്, ശക്തിപ്പെടുന്ന രാത്രിയാണ്. ഒരു വലിയ വെളിപ്പാടിലേക്ക് എന്ന രാത്രി ദൈവം നിന്നെ നയിക്കുകയാണ്. നീ ക്ഷീണിച്ചിരിക്കാനുള്ളവരല്ല, നീ വളർന്നിരിക്കാനുള്ളവരല്ല. നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന വെളിച്ചം, നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാട്, നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ദൂത് മറ്റുള്ളവരെ പേടിച്ച് നീ അടച്ചു വെച്ചിരിക്കുക. നീ ആരോടും പറയുന്നില്ല. അവർക്ക് നാണമാണ് പറയാൻ. കാരണം അവർ വിമർശിക്കും, അവർ കുറ്റം പറയും. അതുകൊണ്ട് നീ വായടച്ച് നടക്കുകയാണെന്നാൽ എന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് നീ കേട്ടുകൊള്ളുക. നീ വായടച്ച് നടക്കേണ്ടവനല്ല. നിന്റെ അകത്ത് തന്നിരിക്കുന്ന ദൂത് നീ വിളിച്ചറിയിക്കേണ്ടവനാണ്. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവം രൂപാന്തരപ്പെടുത്താൻ പോകുന്നു. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന അവകാശം പറയുന്ന ജീവിതങ്ങളെ ദൈവം വിളിച്ചു വർദ്ധിക്കാൻ പോകുന്നു. നിന്റെ ഉള്ളങ്കാൽ ചവിടുന്ന വീടുകൾ, ആ വീടുകളിൽ ദൈവത്തിന്റെ ശക്തി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ഈ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി കാണുവാൻ പോകുന്നു. നീ മുഖാന്തരം ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നവർക്ക് വിശ്വാസമുണ്ട്. കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കൈയടിച്ച് ദൈവത്തെ ബോധപ്പെടുത്താം. We praise you, Lord. We praise you, Lord. We worship you, Lord. Hallelujah. പ്രവാചകനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ യേശുവിനെ പുരോഹിതനായി അഭിഷേകം ചെയ്ത ദൈവം. ഒരു പുരോഹിതന് രണ്ട് ജോലിയാണ്, രണ്ട് ശുശ്രൂഷ. ഒന്ന് യാഗമർപ്പിക്കണം, രണ്ട് ദൈവത്തിന്റെ അടുക്കൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥ അടയ്ക്കണം, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യണം. ഈ രണ്ട് ശുശ്രൂഷയാണ് പുരോഹിതനുള്ളത്. യാഗം. പഴയ നിയമത്തിലെ എല്ലാ പുരോഹിതന്മാരും വല്ലവരുടെയും കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കൊണ്ടുവന്ന് അവിടുത്തെ യാഗം അർപ്പിച്ചപ്പോൾ യേശു സ്വന്തം ശരീരം വെച്ചു കൊടുത്തു. കാളുകളുടെയും ആറ്റുകുറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ ഒരു നാളും കഴിയുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകം ചുരുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആ ഇഷ്ടത്തിന് യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീര യാഗത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 33 തിരുവയസ്സ് വരെ വളർന്ന തന്റെ ശരീരം അവൻ വെച്ചുകൊടുത്തു. കർത്തന്റെ തോട്ടത്തിൽ വീടുകൾ നിൽക്കുന്ന യേശുവിനെ നോക്കി എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖത്തിലായിരുന്നു.
മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപം തങ്കച്ചുകളിൽ നിന്ന് ഏറ്റെടുത്തു. 6 അടി പൊക്കമുള്ള ഒരു മാർബിൾ പ്രതിമയുടെ മുകളിലാണ് മനുഷ്യന്റെ പാപം ചുമത്തിയിരുന്നെങ്കിൽ ആ നിമിഷം ആ പ്രതിമ ഇടിഞ്ഞു പൊടിഞ്ഞ് തകർന്നു കാറ്റത്തെ പൊടിയായി പാറിപ്പോകുമായിരുന്നു. യേശുവിന്റെ മേൽ പാപം ചുമത്തപ്പെട്ടപ്പോൾ അവൻ രക്തധമനികൾ പൊട്ടി വിയർപ്പിന് പകരം ചോര തുള്ളി പുറത്തേക്ക് ഒഴുകി. ഭാരമുള്ള മലക്കുരിശ് കൊടുത്തു. ചാട്ടവാറുകൊണ്ട് അവന്റെ പുറമടിച്ചു കീറി. വൃത്തിയുടെ തലയിലടിച്ചിറക്കി. അവന്റെ മുഖത്ത് കുത്തി. അവനോടുള്ള വിരോധമല്ല, അവന്റെ മേൽ ചുമത്തപ്പെട്ട പാപത്തിനെതിരെയുള്ള ശിക്ഷയാണ്. കാൽവറി മലയുടെ മുഴുവപ്പെട്ട ക്രൂശിന്റെ 3 നാളുകളിൽ 6 മണിക്കൂർ നേരം അവൻ തൂങ്ങിക്കിടന്നു. അവൻ യാഗമാക്കി. നിങ്ങളെയും എന്നെയും വീണ്ടെടുപ്പാൻ മറ്റൊരു വഴിയുമില്ലാതുകൊണ്ട് നമുക്ക് പകരം നമുക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. ഈ മേശമേലുള്ള വീഞ്ഞ് ഇതിൽ പങ്കെടുക്കുമ്പോൾ ഇത് ധ്യാനിച്ചുകൊണ്ട് മാത്രമേ പങ്കെടുക്കാവുള്ളൂ. അലക്ഷ്യമായിരുന്നോ, ശക്തിയായിട്ടിരുന്നോ, ഉറക്കം തൂങ്ങിയിരുന്നോ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോ, ഇതിൽ പങ്കെടുക്കരുത്. അവന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പങ്കെടുക്കണം. ഓരോ പ്രാവശ്യവും ദൈവത്തിൽ വരുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ്, യേശുവേ അവിടുത്തെ രക്തം ചെയ്തതുകൊണ്ട് എനിക്കിവിടെ കയറിയിരിക്കാൻ പറ്റി. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതാ പറയാൻ പോകുന്ന, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളും ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. ഞങ്ങൾ ഭൂമിയിൽ വാഴുമെന്ന് പുതിയൊരു പാട്ട് അവര് പാട്ടുന്നു. പുതിയ പാട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാടാത്തത് പുതിയ പാട്ട്. ഇപ്പോഴും പാടിയ പാട്ടാണല്ലോ, പക്ഷേ എപ്പം പാടിയാലും അത് പുതിയ പാട്ടാണ്. അതിന് പഴക്കമുണ്ടാകുന്നില്ല. യേശുവിന്റെ രക്തത്തെ കുറിച്ച് പാടുന്ന പാട്ടിന് ഒരിക്കലും പഴക്കമില്ല. അതിന്റെ ശക്തി ഒരിക്കലും പറയുന്നില്ല. അവൻ തന്നെ യാഗമാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലത്തുഭാഗം ഇരുന്നുകൊണ്ട് ഇപ്പോൾ അവൻ മധ്യസ്ഥനായിരിക്കും. എന്താ മധ്യസ്ഥൻ? മീഡിയേഷൻ. 2 കക്ഷികൾ തമ്മിൽ വഴക്കുണ്ടായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവരെ തമ്മിൽ നിരപ്പിക്കാനാണ് മധ്യസ്ഥനെ ആവശ്യം. നമ്മുടെ നാട്ടിൽ അത് തർക്കമുണ്ടാകുമ്പോൾ മതിൽ കെട്ടാൻ നേരത്ത്, വഴി വെട്ടാൻ നേരത്ത്, വേലി കെട്ടാൻ നേരത്തെല്ലാം തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വരുത്തും, അല്ലെ MLA വരുത്തും മധ്യസ്ഥനാകാൻ. ഇവിടെ 2 കക്ഷികൾ, ഒന്ന് നീതിമാനായ ദൈവം, 2 പാവി. ഇവരെ തമ്മിൽ ആരാ നിരപ്പിക്കുന്ന? ആർക്ക് നിരപ്പിക്കാനുള്ള ഒരു മധ്യസ്ഥൻ വേണം. ആർക്കാ മധ്യസ്ഥനാകാൻ വെക്കുന്ന? ഏറ്റവും കൂടുതൽ 2 യോഗ്യത വേണം മധ്യസ്ഥന്. ഒന്നാമത്തെ യോഗ്യത, ഈ 2 കക്ഷികൾ തമ്മിൽ ഇടയ്ക്ക് അവർ വഴക്കുണ്ടാക്കുമ്പോൾ ഇടയ്ക്കേക്കണം. ഈ 2 കക്ഷികളിൽ ആർക്കാണോ സ്റ്റാറ്റസ് കൂടുതൽ, സമൂഹത്തിൽ സ്റ്റാറ്റസ് കൂടുതൽ ആർക്കാണോ, അവരുടെ ആ ആളിന്റെ ഒപ്പമോ ആളിനേക്കാൾ കൂടുതലോ സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് മാത്രമേ മധ്യസ്ഥനാകാൻ ഒക്കത്തുള്ളൂ. കണ്ടൊരു വഴക്കണമോ വഴിയോ ഒരു ഭിക്ഷക്കാരൻ പറയുക, ഇന്നെനിക്ക് സമയമില്ല, നാളെ ഞാൻ പ്രശ്നം തീർക്കാന്ന് പറഞ്ഞ് 2 പേരും കൂടെ അവരെ ഓടിക്കും. അതിനാ MLA കൊണ്ടുവരും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും കൊണ്ടുവരും. സഭയിലാണെങ്കിൽ പാസ്റ്ററെ കൊണ്ടുവരും, സെൻട്രൽ പാസ്റ്ററെ കൊണ്ടുവരും, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രസിഡന്റിനെ കൊണ്ടുവരുന്ന കാര്യം. 2 കക്ഷികളിൽ സ്റ്റാറ്റസ് കൂടിയ ആളിന്റെ ഒപ്പമെങ്കിലും സ്റ്റാറ്റസ് ഉള്ള ഒരാൾ വന്നാലും മധ്യസ്ഥ നടക്കത്തില്ല. ഇവിടുത്തെ 2 കക്ഷികൾ ആരാ? ഒന്ന് ദൈവം, 2 പാവി. ഇവരുടെ ഇടയിൽ ആർക്കും മധ്യസ്ഥനാകാനൊപ്പം? ഏതെങ്കിലും പുണ്യമാണ് നമ്മൾ വന്ന് നിൽക്കാനൊപ്പം മധ്യസ്ഥനായിട്ട്? ആർക്കൊന്നും? കുറഞ്ഞ പക്ഷം ദൈവമായിരിക്കുന്ന ഒരാൾക്കൊന്നും. കാരണം ഒരു കക്ഷി ദൈവമാണ്. ദൈവത്തിന്റെ ഒപ്പം സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് മാത്രമേ മീഡിയേഷൻ നടത്താനൊക്കത്തുള്ളൂ. അങ്ങനെ ഒരാളെ ഉള്ളൂ. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുപടിയായിട്ടുള്ള മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. യേശു ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. ഭാവിയെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ഒറ്റയാൾക്കേ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഞാനും ദൈവത്തിലേക്ക് വന്നപ്പോൾ ഒരു മധ്യസ്ഥനെ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു, ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തി. ദൈവമായി നമുക്കിപ്പോൾ സമാധാനമുണ്ട്. ദൈവവുമായിട്ടുള്ള എനിമിറ്റി, ശത്രുത മാറിപ്പോയി. അതിന് സന്തോഷമുള്ളവർ കൈവത്തി ദൈവത്തിന് എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ശേഷമോ നിരപ്പുന്ന ശേഷമോ ഇനി മധ്യസ്ഥൻ വേണ്ട. ഇനി നമുക്ക് മധ്യസ്ഥൻ വേണ്ട. എന്താ കാര്യം? സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുന്നതിന് ധൈര്യത്തോടെ കൃപ
അകത്താറ്റി പരിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മേൽമൂടിയുടെ പേരാണ് കൃപാസനം. തങ്കം കൊണ്ടുള്ള മേൽമൂടിയാണ്, അതാണ് കൃപാസനം. അവിടുന്ന് ആർക്കും ചെന്ന് കയറാൻ എത്തി നോക്കാൻ പോലും ഒക്കത്തില്ല. ആകെപ്പാട് ഒരാൾക്ക് പോകാം, ആണ്ടിൽ ഒരിക്കൽ മാത്രം പോകാം, കയ്യിൽ രക്തവുമായി മാത്രം പോകാം. ഇസ്രായേലിന്റെ മഹാപുരോഹിതന് മാത്രം മഹാഭാവപരിഹാര പെരുന്നാൾ ദിവസം മാത്രം യാഗത്തിലുള്ള മൃഗത്ത് കടന്ന് രക്തവുമായിട്ട് കയറി പോകാം. അങ്ങനെ കയറി ചെല്ലുമ്പോൾ പോലും ദൈവപ്രസാദമില്ലാതെ കോപമുണ്ടായാൽ മരിച്ചു വീടാണ് ഡെഡ് എടുക്കാൻ ആർക്കും ഒക്കത്തില്ല. അതിന് കയറാൻ കഴിയില്ല. അതിനവർ കയറുമ്പോൾ തിരുവനന്തപുരത്തെ പാരമ്പര്യം അനുസരിച്ച് മഹാപുരോഹിതൻ അരയിൽ നീണ്ട ചങ്ങല കെട്ടിയാണ് കയറിപ്പോകുന്നത്. ആ ചങ്ങല ഭക്തജനങ്ങൾ ഇരിക്കുന്ന പ്രാകാരം വരെ നീണ്ടാണ്. വളരെ നേരം കഴിച്ചിട്ടും മഹാപുരോഹിതൻ വന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും അവിടെ വീണ് മരിച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ ചങ്ങല വലിച്ചാണ് ഡെഡ് വെളിയിലെടുക്കുന്ന. അത്രയ്ക്ക് ഭയാനകമായ സ്ഥലത്ത് കയറി ചെന്നോളാൻ ആ പുതിയവും പറയുന്നത്. ധൈര്യത്തോടെ കയറിക്കോ, ധൈര്യത്തോടെ കയറിക്ക്, എന്താ കാര്യം? കടലിയില ചിന്തിയിരിക്കുകയാണ്. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും തമ്മിൽ ഓർമ്മിരിക്കുന്ന കട്ടിയുള്ള തിരശ്ശീല മേൽതൊട്ട് താഴോട്ട് രണ്ടായി ചീന്തിപ്പോയി. എഴുതിയിട്ടുണ്ട്, രണ്ടു വശത്തും ഓരോ കുതിരയെ കെട്ടി വലിച്ചാലും ആ തിരശ്ശീല കീറത്തില് ഒഴിച്ചു വണ്ണമുള്ള ചണത്തിന്റെ വടപ്പാകിയാണ് ആ തിരശ്ശീല ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് കീറി. മുകളിൽ നിന്ന് താഴോട്ട് കിടക്കില്ല, അയാളർത്ഥം മുകളിൽ ഇരുന്നവനാ കീറിയത്. അതുകൊണ്ടാണ് മേളിൽ നിന്ന് താഴോട്ട് കീറിയത്. സ്വത്രം. പക്ഷെ ആ തിരശ്ശീല കാര്യമല്ല എബ്രായത്തിൽ പറയുന്ന യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി. അതുവഴി നമുക്ക് പിതാവിന്റെ അടുക്കലേക്ക് ഒരു പുതുവഴി പ്രതിഷ്ഠിച്ചു. എല്ലാവർക്കും ഉണ്ടത് യേശു കീറിയ ദേഹത്തിന്റെ മുറിവുകൾക്കകത്തുള്ള എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? അവന് രക്തത്തിൽ കുളിച്ചല്ലാതെ നിനക്ക് അവിടെ കയറി ചെല്ലാനൊക്കത്തില്ല. യേശുവിന്റെ മുറിവുകളിലൂടെയാണ് നീ കയറി ചെല്ലുന്നത്. യേശുവിന്റെ പിതാവായി ദൈവത്തിന്റെ അടുക്കൽ, കൃപാസനത്തിന്റെ അടുക്കൽ. കൃപാസനം ഇപ്പൊ എവിടെ? 70-ാം ആണ്ടിൽ ടൈറ്റസ് സൈന്യാധിപൻ എരിശലേം നശിപ്പിച്ചപ്പോൾ, ദേവാലയം നശിപ്പിച്ചപ്പോൾ പെട്ടകത്തിന് എന്തു പറ്റിയെന്ന് കറക്റ്റായിട്ട് ആർക്കും അറിയത്തില്ല. യഹൂദന്മാരത് പട്ടാളക്കാർ വെളിയിൽ വന്ന് വാളയമടിച്ച് കിടന്നപ്പോഴേ യെരൂശലേം ദേവാലയം പണിത കുന്നിന്റെ ഉള്ളവരിൽ എവിടെയോ മറവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അന്ന് മുതൽ ആളുകൾ അന്വേഷണമാണ്. പെട്ടകം അന്വേഷിക്കുക. തനി തങ്കമല്ലേ, തങ്കം ഉണ്ടാക്കിയ പെട്ടകം തിരക്കി നടക്കില്ല. കിട്ടി എന്ന് പലരും പറയുന്നെങ്കിൽ ആർക്കും അറിയത്തില്ല എവിടാ പെട്ടകം. പെട്ടകം കണ്ടാലേ കൃപാസനം അറിയത്തുള്ളൂ എവിടാണെന്ന്. അവിടെ കയറി ചെല്ലാനും പറയുന്നത് കൃപാസനത്തിൽ കയറി. എവിടാ കൃപാസനമെന്ന് ഞാൻ പറഞ്ഞുതരാം. എവിടെയാ കൃപാസനം? നിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനയും സങ്കടവും ബുദ്ധിമുട്ടുമുണ്ടായി, ഹൃദയം പകർച്ചയുണ്ടായി, ആരോട് പറയാൻ കഴിയാതെ നിന്റെ മരയ്ക്കാത്തതിന്റെ മുറിക്കാത്ത കയറി ഒരു പായിട്ട് അവിടോട്ട് വീട് കിടന്ന് എന്റെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ നീ കൃപാസനത്തെ തൊട്ട് കഴിഞ്ഞു. അവിടെയാണ് കൃപാസനം. ഹൃദയം മുറുകിയവർക്ക് സമീപത്ത് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എപ്പോഴാണോ നിന്റെ മനസ്സ് തകരുന്നത്, എപ്പോഴാണോ നിന്റെ ഹൃദയം തുറന്നത്, അവിടേക്ക് ദൈവത്തിന്റെ കൃപാസനം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു ഇരിപ്പുണ്ട്. അവനിപ്പോൾ മധ്യസ്ഥനല്ല, അവനിപ്പോൾ വക്കീലാണ്. ലോയർ, നമ്മുടെ അഡ്വക്കേറ്റാണ്. കാരണം ഇന്ത്യൻ മധ്യസ്ഥനല്ല നമുക്ക്. പക്ഷെ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അഡ്വക്കേറ്റിന്റെ പണി എന്താണെന്നറിയോ? 24 മണിക്കൂറും 365 ദിവസവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. എന്താ പക്ഷവാദം? പക്ഷവാദം നിന്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുക. അതാ പക്ഷവാദം. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് പക്ഷം പിടിച്ച് വാദിക്കുക. മധ്യസ്ഥനെ പക്ഷം പിടിക്കാൻ കഴിയും. മധ്യസ്ഥൻ ന്യൂട്രലാണ്, നിഷ്പക്ഷം. രണ്ടുപേരുണ്ട്, ദൈവമുണ്ട്, ഭാവിയുണ്ട്. അവിടെ ഒരു പക്ഷം പിടിക്കാനില്ല. മധ്യസ്ഥൻ നിഷ്പക്ഷമതിയാ. എന്നാൽ ഇപ്പോഴും മധ്യസ്ഥനല്ല, ഇപ്പോൾ അഡ്വക്കേറ്റ്. ആരുടെ അഡ്വക്കേറ്റ്? നിന്റെ അഡ്വക്കേറ്റാ. ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അഡ്വക്കേറ്റ് നിനക്ക് എഴുതിയേക്കുന്ന യേശു ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നിനക്ക് വേണ്ടി രാവും പകലും പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമാവിൽ പ്രവാസം മടങ്ങി വന്നപ്പോൾ കൂടെ വന്ന മഹാപുരോഹിതനാണ് യോശുവ. അവരാണ് യെരൂശലേമിൽ രണ്ടാമത്തെ ദേവാലയം പണിത സ്ഥലമുണ്ട്. ദേവാലയം തകർന്നു കഴിഞ്ഞ് പിന്നെ പ്രവാസം മടങ്ങി വന്ന സിനിമാവിൽ ദേവാലയം പണിത ദേവാലയത്തിലെ മഹാപുരോഹിതന്റെ പേര് യോശുവ.
പറയുകയാണ്, യോശുവയുടെ കാര്യം പറയാൻ സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്നു. സാത്താൻ ദൈവത്തോട് പറയുക, ആ യോശുവ ഉണ്ടല്ലോ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാണ് ശുശ്രൂഷ ചെയ്യാൻ ദേവാലയത്തിൽ കയറുന്നത്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് കയറാമോ? മുഷിഞ്ഞ വസ്ത്രം ധരിക്കരുതെന്ന് പുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ശുശ്രൂഷിക്കരുതെന്ന് കൽപ്പന കൊടുത്തിട്ടുണ്ട്. അവൻ മുഷിഞ്ഞ വസ്ത്രം ഉണ്ടാവുന്നത്. നീ ഇന്ന് ഏത് വിധത്തിലുള്ള ഉടുപ്പിട്ടുണ്ടാവും വന്നിരിക്കുന്നതെന്ന് സാത്താൻ കണ്ടുപിടിച്ചിട്ട് ദൈവത്തിനടുക്കൽ റിപ്പോർട്ട് ചെയ്തെന്ന് ഓർത്തോണം. ഇത് 3 ദിവസം ഇട്ടേച്ച ഇന്ന് അലക്കാതെ തേച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഉടുപ്പെന്ന് സാത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഉടുപ്പിന്റെ കാര്യം വരെ നിനക്ക് വിരോധമായി അപവാദം പറയുന്ന പകൽ വിശുദ്ധന്മാർക്കെതിരെ ദൈവത്തിനെടുക്കൽ അപവാദം പറയുന്ന ഒരു അപവാദി അവിടെ നിൽപ്പുണ്ട്. അവൻ നിനക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അപവാദം പറയുമ്പോൾ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് അഡ്വക്കേറ്റ് നിനക്ക് വേണ്ടി ഇരിപ്പോട്ട് നിന്റെ പക്ഷം പിടിച്ച് പറയുവാൻ ദൈവം സാത്താനോട് പറഞ്ഞേക്കണോ? ദൈവം സാത്താനോട് പറഞ്ഞു. സാത്താനെ യഹോവാദിന്റെ ഭരിക്കുന്നു. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടൊരു കൊള്ളിയാണ്. പ്രവാസത്തിന്റെ തീയിൽ നിന്ന് അവനെ വലിച്ചെടുത്തതാണ്. തീക്കകത്തൊന്നും വലിച്ചെടുത്ത കൊള്ളിയെ ചിലപ്പോൾ കൈകൊണ്ടിട്ടാണ്. അതാ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്നെ എവിടുന്ന പിടിച്ചെടുത്തെന്ന് ദൈവത്തിനറിയാം. നിന്നെ കുറിച്ചുള്ള സഹതാപത്തോടാണ് ദൈവം ചിന്തിക്കുന്നത്. നാം പൊടിയെന്നവൻ ഓർക്കുന്നവൻ അവനറിയാം എവിടുന്നാ നിന്നെ പിടിച്ചെടുത്തതെന്ന്. അതിനുശേഷം ദൈവം അനുഗ്രഹിച്ച ദൂതനോട് പറഞ്ഞു, ആ യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് അവരെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക. സാത്താൻ മുഖ്യം പറഞ്ഞുകൊണ്ട് 2 കാര്യം നടന്നു. സാത്താൻ ഒരു മനുഷ്യനും കിട്ടി, യോശുവയ്ക്ക് ഒരു ഉത്സവ വസ്ത്രവും കിട്ടി. എന്ത് കുറ്റമാണ് ശത്രു നിനക്ക് വിരോധമായി ദൈവത്തിന്റെ അടുക്കൽ പറയുന്നത്? ആ കുറ്റത്തിന് പകരം ദൈവം നിന്നെ സഹായിക്കും. നിന്നെ താഴ്ത്താനാ താത്ത പറയുന്നത് ദൈവം നിന്നെ ഉയർത്തും. നിന്നെ ഞെരുക്കാനാ താത്ത പറയുന്നത് ദൈവം നിനക്ക് വിശാലം തരും. നിന്നെ അപമാനിക്കാനാ താത്ത പറയുന്നത് ദൈവം നിന്നെ മാനിക്കും. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. We thank you, Lord. We thank you, Lord. We worship you, Lord. Hallelujah. അഭിഷേകമുള്ളതുകൊണ്ട് നീയും ദൈവത്തിന്റെ പുരോഹിതനാ. പുരോഹിത നീ ചെയ്യേണ്ട 2 ശുശ്രൂഷയുണ്ട്. ഒന്ന്, യാഗമർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ജീവനുള്ള യാഗം, ലിവിംഗ് സാക്രിഫൈസ്. നന്മ ഇതിന് കൂട്ടായ്മ കാണിക്കുന്നതിൽ ഉച്ചരിക്കണം. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അടുത്ത യാഗം കേട്ടോ, അതരഫലമെന്ന സ്തോത്രയാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുന്നു. പുരോഹിതായി എന്ന ദൈവത്തിൽ വന്നിട്ട് നിന്റെ ശുശ്രൂഷ യാഗം നീ യാഗമർപ്പിച്ചോ, നീ അതരഫലമെന്ന സ്തോത്രയാഗമർപ്പിച്ചോ, ദൈവം അതിനുവേണ്ടി നിന്നെ അഭിഷേകം ചെയ്യുക. പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തിരിക്കുക. ഇവിടെ ഒന്ന് മൗനമായിട്ടിരിക്കാനല്ല, ഇവിടെ ഒന്ന് വായിച്ചിരിക്കാനല്ല. മീറ്റിംഗ് അല്ല. മീറ്റിംഗ് വന്ന് കംഫർട്ടായിട്ട് ഇരുന്നിട്ട് പോകാനല്ല. ഇത് മീറ്റിംഗ് അല്ല, ഇത് ആരാധനയാണ്. ആരാധന നമ്മൾ കേട്ടല്ലോ കൊടുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് കിട്ടണേ കിട്ടണേ കർത്താവേ, എനിക്ക് അത് കിട്ടണം ഇത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഇരിക്കുകയല്ല. അങ്ങോട്ട് നിനക്ക് കൊടുക്കാനെന്നുണ്ട്. ദൈവമേ, അവിടുന്ന് അത്യുന്നതൻ, അവിടുന്ന് മഹോന്നതൻ, അവിടുന്ന് പരിശുദ്ധൻ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, ഞങ്ങളൊക്കെ ബോധപ്പെടുത്തുന്നു. അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കാൻ ഞങ്ങൾ വന്നിരിക്കുക. അതര ഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നു. എന്നെ ബോധപ്പെടുന്നു. പഴയ നിയമത്തിലായിരുന്നെങ്കിൽ പുരോഹിതന്മാർ കാളകളെ അറുക്കണം, ആടുകളെ അറുക്കണം, പ്രാക്കളെ അറുക്കണം. എന്നാൽ പുതിയ ദൈവം പറഞ്ഞില്ല, കാടും വേണ്ട, നിന്റെ ആടും വേണ്ട, നിന്റെ പ്രാവും വേണ്ട, പകരം നിന്റെ സ്തോത്രയാഗം മതി. ഞങ്ങളുടെ ആട്ടിനെ അവിടെ കൊടുക്കുന്നറിയാവോ? 1 വയസ്സ് പ്രായമുള്ള നല്ല ആണാട്ടിൻകുട്ടിയായിരിക്കണം. ഒരു ഊനവുമില്ലാത്ത ആട്ടിൻകുട്ടിയായിരിക്കണം. അങ്ങനെയായിരിക്കണം സ്തോത്രം. ഒരു ഊനവുമില്ലാത്ത സ്തോത്രം പറയണം. താൻ ഉന്മേഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. നല്ല ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ ജീവിതത്തിൽ നീ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒച്ച ദൈവത്തെ സ്തുതിക്കാനായിരിക്കണം. നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കിയത് ദൈവത്തെ ബോധപ്പെടുത്താനായിരിക്കണം. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അകൽവൈദ്യ മുഴക്കം പോലെ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ എരിഞ്ഞു പോലെ ദൈവത്തെ സ്തുതിക്കാം. ആ ഒരു വിശാലത്തിന്റെ ദോഷം പോലെ ദൈവത്തെ സ്തുതിക്കാം. ആരാധനയുടെ ബോഡി ലാംഗ്വേജ് നമുക്കുണ്ടായിരിക്കണം. ആരാധനയുടെ ബോഡി ലാംഗ്വേജാണ് കൈ കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാർ എല്ലായിടത്തും, പുരുഷന്മാർ എല്ലായിടത്തും വാഗ്വാദം വിട്ടകർന്ന വിശുദ്ധ കൈകളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ. ഇത് വിശുദ്ധ കൈകളാണ്.
ഉയർത്താൻ ദൈവത്തിന്റെ വചനം പറയാം. സകല ഭൂവാസികളുമായിട്ടുള്ള യഹോവയ്ക്ക് കൈകൊട്ടുക എന്ന് പറഞ്ഞു. കൈയടിക്കണം. അതൊരു ബോഡിയിലാന്ന് പറഞ്ഞാൽ കൈ ഉയർത്തണം. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ നമ്മുടെ ശബ്ദം ഉപയോഗിക്കണം, നമ്മുടെ അവനം ഉപയോഗിക്കണം. നമ്മുടെ ഇരിപ്പ് തന്നെ കംഫർട്ട് സോണിലിരിക്കുന്നവരിക്കാൻ ആയാസരഹിതമായിട്ട് വിശ്രമിച്ചിരിക്കുന്നത് പോലെ അവരെ എന്തോ കണ്ടോണ്ടിരിക്കുന്ന പോലെ ഇരിക്കരുത്. അങ്ങനെ അല്ലിരിക്കണ്ടേ. ആ കംഫർട്ട് സോൺ പൊട്ടിക്കണം. അതിന്റെ പുറത്തേക്ക് നീ വരണം. ഞാൻ ആരാധിക്കാം, ഇന്ന് ആരാധിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നതിന്റെ മനസ്സോട് തീരുമാനിക്കണം. ഈ സഭയിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കണം, നീ അറിയിക്കണം. ഈ സഭയിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കാൻ നിനക്ക് അനുഭവമുണ്ട്. ഏറ്റവും കൂടുതൽ ദൈവത്തെ മാത്രപ്പെടുത്താൻ ദൈവം നിനക്ക് ഉപകാരങ്ങൾ ഏർപ്പാടുകളെ അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സ്തുതിക്ക് യോഗ്യൻ, അവനെല്ലാം പുകഴ്ചയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. പുരോഹിതൻ പക്ഷപാതം ചെയ്യണം, പക്ഷപാതം ചെയ്യണം. ഇതിൽ നിൽക്കാൻ വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ദേശങ്ങൾക്ക് വേണ്ടി ഇതിൽ നിൽക്കണം. വെറുതെ നമ്മുടെ കാര്യം മാത്രം പ്രാർത്ഥിച്ചു പോകരുത്. ഞാൻ എന്റെ എന്ന് ചേർന്ന് വരുന്ന ഒരു പ്രാർത്ഥനയും പക്ഷപാത പ്രാർത്ഥനയല്ല. ഞാനോ എന്റെ മക്കളോ എന്റെ ഭാര്യയോ എന്റെ കുടുംബമോ എന്റെ ജോലിയോ എന്റെ വണ്ടിയോ ഇതിനുവേണ്ടിയൊന്നും പ്രാർത്ഥിക്കുന്നത് പക്ഷപാത പ്രാർത്ഥനയല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പക്ഷപാത പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അത് പക്ഷപാത പ്രാർത്ഥനയാകുന്നുള്ളൂ. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടത് നമ്മുടെ കാര്യമാണ് അല്ല. മറ്റുള്ളവർക്ക് ആരാ? യുപിയിലുള്ളവർക്ക് വേണ്ടി, പഞ്ചാബിലുള്ളവർക്ക് വേണ്ടി, ഓറീസിലുള്ളവർക്ക് വേണ്ടി, ഇവിടെയുള്ള നോൺ ക്രിസ്ത്യൻസിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു വേറെ നമ്മളകത്ത് വേണം. അതിനുവേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കാതെ മറന്നു പോയല്ല. അത് തട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മുടെ കാര്യം മാത്രം പറഞ്ഞ് കാറെ വന്നാൽ ഇവിടെ ഒരു സഭയുടെ പരസ്യമാണ്. ഞാൻ അവർക്ക് കാര്യം പറയാൻ വിളിക്കുകയാണ് പറഞ്ഞത്. സൈക്കിളിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടുത്തെ കാറുകൾ നിങ്ങൾ പോകണം. കാറിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും കൂടിയ കാറുമായിട്ട് നിങ്ങൾ പോകണം. ചില വീട്ടിലെ 10ാമത്തെ ഇവിടെ ഒന്ന് ആരാധിക്കാൻ വലിയ വീട് നിൽക്കുന്നുണ്ടാണ്. നിലയിക്കൊണ്ട് കിട്ടണമെന്നുള്ള ഇല്ല. നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ. കാരണം അവൻ തരാവുന്ന ഏറ്റവും വലുതമ്മ എന്താണെന്നറിയാമോ? സ്വന്തം അതിനേക്കാൾ മുഴുവൊന്നും തരാനില്ല. പക്ഷെ അവരോട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ദൈവം കരുതുന്നവൻ അമേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കില്ല. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന അതിനെയല്ല, നമ്മൾ അന്വേഷിക്കുന്നത് യേശുവിനെയാണ്. അവനെ സ്തുതിക്കണം, അവനെ ആരാധിക്കണം. അതാണ് നിന്റെ ഉള്ളത്തിന് പ്രിയമായിരിക്കേണ്ടത്. അതാണ് നിനക്ക് സംതൃപ്തിയാൽ നാം പറയുന്ന മറ്റുള്ളവരെ നിന്റെ ചുവരിൽ വഹിക്കണം. പുരോഹിതൻ ദൈവത്തിലേക്ക് കൈവർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ തോളത്ത് 6 ഗോത്രങ്ങളുടെ പേര്, ഒരു തോളത്തുള്ള ഗോപില കല്ലിൽ, മറ്റേ തോളത്തുള്ള ചുമൽക്കണ്ടത്തിൽ വെച്ചിരിക്കുന്ന ഗോപില കല്ലിൽ മറ്റ് 6 ഗോത്രങ്ങളുടെ പേരിൽ 2 കൈകളിലും കൂടെ 12 ഗോത്രങ്ങളെ ചുമന്നോണ്ടാണ് നിൽക്കുന്നത്. അതുപോലായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ നീ ഇരുന്നിട്ട് നീ ഓർക്കാത്ത വിഷയം ദൈവത്തിന്റെ ആത്മാവിന്റെ വായിലോട്ട് നിരോധന പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനുള്ള വരം നിനക്കൊണ്ട്. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നിന്റെ ശബ്ദം മാറാൻ തുടങ്ങും. നേരത്തെയുള്ള ശബ്ദമല്ല. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വേറെ ആധികാരികതയുള്ള ഒരു ശബ്ദം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥന വരമുള്ളതുകൊണ്ട് പാമ്പുകളെ, കേടുകളെ, ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടി ശക്തമായ ജയമെടുക്കുക. തന്റെ പ്രാർത്ഥന മുറിയിലാണ് ദേശത്ത് പോരാടുന്ന ശക്തതമേ. നീ പ്രാർത്ഥിച്ച് ജയമെടുക്കണമെങ്കിൽ ആ ദേശത്ത് അത്ഭുതം നടക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജനകോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി എഴുതുന്ന പ്രാർത്ഥിക്കണം. കാരണം വലിയൊരു കൊയ്ത്തിനോട് നമ്മൾ അടുത്തിരിക്കുകയാണ്. അതിലൊരു പങ്കാളിത്തം നിനക്കുമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ, അവന്റെ വരവിൽ ചെല്ലുമ്പോൾ പ്രതിഫലം തരാൻ അതിനാണ് നീ പ്രാർത്ഥിച്ചത്. വാക്കുകളെ ചുരുക്കിയാണ് ദൈവത്തിന്റെ അഭിഷേകം വർദ്ധമാണ്. അഭിഷേകം വ്യാപരിക്കട്ടെ. എന്നിലുള്ള അഭിഷേകത്തിന്റെ 2% പോലും ഇതുവരെ നീ ഉപയോഗിച്ചിട്ടില്ല. 98% അഭിഷേകം വെറുതെ ഇരിക്കുക. അഭിഷേകം വ്യാപരിക്കുന്നത് റിലീസ് ചെയ്യണം. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവത്തിനെ നയിക്കുന്ന വഴിയിൽ നീ കാൽവെച്ചുകൊണ്ട് ശക്തിയായി ദൈവത്തിനോട് പ്രവർത്തിക്കണം. അതിന്റെ ഇവിടെയാകട്ടെ. ഒരു നിമിഷം ചോദിക്കട്ടെ. എന്റെ ദൈവമേ, ഈ തലമുറ എന്നെ ഉപയോഗിക്കണമേ. എന്റെ ദൈവമേ, അവിടുത്തെ ഇഷ്ടം എന്താണോ അതെന്നെ നിറവേറ്റണമേ.
എല്ലാ തടസ്സങ്ങളും മാറി, എല്ലാ ബന്ധനങ്ങളും മാറി അവിടുത്തെ കരങ്ങളിൽ അത്ഭുതത്തിന് ഉപകരണമാക്കിയെന്നെ മാറ്റണമെന്ന പ്രാർത്ഥനയുള്ളവർ മാത്രം കൈവെത്തി പിടിക്കാം. പിതാവിന് വരുന്ന കൈകൾ കാണുന്നുണ്ടല്ലോ, അവരുടെ അഭിഷേകത്തെ അവർ റിലീസ് ചെയ്യണമേ. അവരുടെ ശബ്ദത്തിന്റെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവരുടെ ആരാധനയുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവരുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അധികാരം വ്യാപരിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ മതിലുകൾ വെച്ചുകൊടുക്കണമേ. അവരുടെ ശുശ്രൂഷകളിൽ ആയിരങ്ങൾ ദൈവത്തിന് വരാൻ ഇടയാക്കണമേ. ദൈവനാമത്തിൽ ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ഇവരുടെ ശുശ്രൂഷ വൃന്ദത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിശ്വസിക്കണമെന്ന് കർത്തൃദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ.